ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ അവരെ പഠിപ്പിച്ചു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്നേ ദിവസം നമ്മൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവായ ഈശോ വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുകയാണ്, എൻ്റെ ഭവനം അല്ലെങ്കിൽ എൻ്റെ ദേവാലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. അതൊരിക്കലും കവർച്ചക്കാരുടെ ഗുഹയല്ല. പക്ഷെ നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് ദേവാലയത്തിൽ വ്യാപാരം നടത്തുന്ന, കച്ചവടം നടത്തുന്ന ദൈവമക്കളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. പരിശുദ്ധമായ ആലയത്തിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്യണം. ഒരിക്കലും ദൈവവചനം കൊണ്ട് കച്ചവടം ചെയ്യരുത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിനാൽ പ്രകാരം സംസാരിച്ചത്. ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ള, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്നവരല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നവർ ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? എന്നിട്ട് അതിന് 17-ാം തിരുവചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് പരിശുദ്ധമായ ഹൃദയത്തോടെ ആയിരിക്കണം, പരിശുദ്ധാത്മാവ് നയിച്ചിട്ടായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. അതിൻ്റെ 6-ാം അധ്യായം 10-11 തിരുവചനം, വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരാകും, അവയെ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കും, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കും, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. പരിശുദ്ധാത്മാവോട് ചോദിക്കണം, ജ്ഞാനം ലഭിക്കാൻ വേണ്ടി വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ഇത് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ ദിവ്യാനീശ്വര യോഗ സ്വീകരിക്കുകയും ചെയ്യാം. ആമേൻ.